വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. അതിന്റെ ഭാവിയെക്കുറിച്ച് അതിന്റെ അച്ഛനും ഇല്ല, അമ്മയ്ക്കും ഇല്ല. ആ കുഞ്ഞ് ജനിച്ച അതെങ്ങനെ വളരുമെന്ന് പോലും അവരാരും ഓർക്കുന്നില്ല. കോടതി മുറിയിൽ വളരാനായിരിക്കും അതിന്റെ യോഗം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് സഹിക്കാനും പൊറുക്കാനും ഒന്നും താല്പര്യമില്ല ശാരദാമ്മേ. കാരണം എന്താണെന്നറിയോ? അവരെ താങ്ങാനുള്ള ആളുണ്ടെന്നുള്ള ബലമാണ് അവർക്ക്. ഇന്ന് ഭർത്താവ് ഒന്ന് ദേഷ്യപ്പെട്ടാലും ദേഷ്യം കൂടി ഒരടി അടിച്ചാലും അപ്പ പറയുന്ന വാക്ക് നമുക്ക് കോടതി വെച്ച് കാണാന്ന. ഞാൻ പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടും ദുരിതവും അവരെ അറിയിച്ച് തന്നെ അവരെ വളർത്തണമെന്നാ. ഇന്നത്തെ പല മാതാപിതാക്കളും തങ്ങൾ അനുഭവിച്ചതൊന്നും മക്കൾ അനുഭവിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ അങ്ങ് വളർത്തും. പക്ഷെ അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയാ. പട്ടിണിയാണെങ്കിൽ പട്ടിണി, അതറിഞ്ഞ് മക്കൾ വളരണം. എന്നാലേ തകർന്നു പോകാൻ സാധ്യതയുള്ള ജീവിതത്തെ അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. എന്റെ മക്കൾ കാണിക്കുന്ന ഈ വാശിയും വൈരാഗ്യവും ഞാൻ കാണിച്ചിരുന്നെങ്കിലേ ഇങ്ങനെ ഒരു ജീവിതം പോലും ഇവർക്ക് ആർക്കും ഉണ്ടാവില്ലായിരുന്നു. എല്ലാം സഹിച്ച് കണ്ണീര് കൊണ്ട് വിശപ്പടക്കി മക്കളെയും ചേർത്ത് പിടിച്ച് ദുരിതങ്ങളൊന്നും ഇല്ലാതാക്കി മുന്നേറി വന്നിട്ട് ഞാൻ എന്താ സത്യമേ നേടിയത്? ശാലിനിക്ക് വേണ്ടി മാത്രമേ ഞാനിപ്പോ കരയാതിരിക്കുന്നുള്ളൂ. ബാക്കി 2 മക്കൾക്കും വേണ്ടി ചങ്കു പൊട്ടി ഞാനിപ്പോ ഭഗവാനെ വിളിക്ക. വിട്ടുപോകാൻ പാകത്തിന് നിൽക്കുന്ന കണ്ണികളൊന്ന് ചേർത്ത് വിളക്കി തരണേന്ന്. ഈ ശാരികയുടെ ഭർത്താവ് കോളേജ് അധ്യാപകനല്ലേ? കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാനുള്ള അറിവും പക്വതയൊക്കെയുള്ള മനുഷ്യനല്ലേ? നിങ്ങളൊന്നു പോയി അവനോട് സംസാരിച്ചിരുന്നെങ്കിൽ ശാരദാമ്മയുടെ പകുതി സങ്കടം മാറിക്കിട്ടിയാനല്ലോ. അറിവും കാര്യവിവരവും ഒക്കെ ഉണ്ടെങ്കിലും വാശിയുടെ കാര്യത്തിൽ എന്റെ മോളും പിന്നോട്ടല്ല, അവളുടെ ഭർത്താവും പിന്നോട്ടല്ല. ഇവർക്കിടയിൽ കിടന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ രാജീവിന്റെ അമ്മയും അമ്മാവനും എന്തിനും തയ്യാറായി നിൽക്കുന്നുമുണ്ട്. ഈ പറഞ്ഞ രാജീവാണെങ്കിലോ അങ്ങ് വിദേശത്ത്. കേസുമായിട്ട് മുന്നോട്ട് പോവല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല സത്യാമ്മേ. പിന്നെ ശ്യാമയുടെയും രോഹിത്തിന്റെയും കാര്യം, ഇരുവരും 2 ധ്രുവങ്ങളിലാ നിൽക്കുന്നേ. ഒരാള് പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവുന്നില്ല. ഇവർ രണ്ടുപേരും പറയുന്നത് നമുക്കൊട്ട് മനസ്സിലാവുന്നുമില്ല. പിന്നെ ഒരാശ്വാസമുള്ളത് ശാലിനിയുടെയും വിഷ്ണുവിന്റെയും കാര്യത്തിലാ. അവരുടെ ജീവിതത്തില് ഇനിയൊന്നും ഇതുപോലെ സംഭവിക്കില്ല. കാരണം അവർക്ക് പരസ്പരം അറിയാം, ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റൊരാൾ പറയുകയോ ചെയ്യുകയോ ഇല്ല.